ഒരുപാട് നമ്പർ ഞാൻ കണ്ടിട്ടുണ്ട്. നീ മര്യാദക്ക് രണ്ട് കാലം കൊണ്ട് ചാടിയിട്ട് പോയത്. ഒറ്റ കാലം കൊണ്ട് ചാടിയത് നീ ജീവൻ പറഞ്ഞു. മഞ്ഞി നീ ചാടിയാൽ മതി. ഒറ്റ കാലം കൊണ്ട് ചാടിയാൽ മതി. ഞാൻ ഒറ്റ കാലം പറയുന്നു. കേരളത്തിൽ അല്ലെ പുറത്തോ കാണിക്കല്ലേ ഇവിടെ കാണിക്കണം. എന്നിട്ട് വട്ടോളി ഇല്ല ദീപു കീ സല്യൂട്ട്. അത് കഴിഞ്ഞ് ബിനു കീ സല്യൂട്ട്. ബിനുവിന് നിനക്ക് ഉമ്മയെ കൊടുക്കണം. അതുകൊണ്ട് ബിനുവിന് ഉമ്മാക്കി സല്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വിഷ്ണു കീ സല്യൂട്ട്. അല്ലെങ്കിൽ അമ്മക്ക് രണ്ടുകൂടെ ചേർത്ത് തരാം. ഡബിൾ വിഷ്ണു കീ സല്യൂട്ട്. പിന്നെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കീ സല്യൂട്ട്. ഇത്രയും പറയണം. ഇങ്ങനെ കാണിക്കുന്നത് ചാടുമ്പോഴേ കൈ പൊങ്ങാവും. അല്ലാതെ കൈ ഇപ്പൊ താത്ത വീണം. ഇങ്ങനെ താങ്ങി പിടിച്ചോണ്ട് ചാടുമ്പോ മാത്രമേ കൈ പൊങ്ങാവും. കാണിക്കും. ഉണ്ണാൻ ചേർത്ത് ഇവിടെ ഒറ്റ അടി അടിയത്തുള്ളൂ. പിടിക്കണം. ചാടി അങ്ങോട്ട് സല്യൂട്ട് എപ്പ വരണമെന്ന് അറിയുമോ? അപ്പൊ ഒറ്റ അടി. എടുത്തോ. ഇല്ല നിക്ക് ഇത് കറക്റ്റ് 4 എണ്ണം അടിക്കാൻ മതി. തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും 16 ആവും. പിന്നെ 20 എത്ര അതിന്റെ മൾട്ടിപ്പിൾ ബേസിലാണ് ഇപ്പൊ. അതുകൊണ്ട് നീ കറക്റ്റായിട്ട് അടിക്കാൻ പോകും. ഇല്ലെങ്കിൽ തെറ്റി കഴിഞ്ഞാൽ നിനക്ക് അറിയാമല്ലോ എങ്ങനെയാണ് അടിക്കേണ്ടത്. തെറ്റി കഴിഞ്ഞാൽ എങ്ങനെയാണ് അടിക്കേണ്ടത്. നീ ഇപ്പൊ എഴുതിയല്ലോ. പാന്റിലല്ല പിടിക്കാൻ പറഞ്ഞ. അവൻ പിടിക്കുന്ന എങ്ങനെ നോക്കണം. അതിനാറാവും. ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുള്ളൂ. ഇങ്ങനെ രണ്ട് കാലം എനിക്ക് കാണാൻ പറ്റില്ല. ഇങ്ങനെ ഒരു കാലം പറഞ്ഞ് 2 കാലം കാണാൻ പറ്റത്തില്ല. ഈ കാലം കൊണ്ട് ചാടാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ മറ്റേ ഈ കാലം നോക്കി മറ്റേ കാലം അവിടെ ഈ കാലം മറ്റേ കാലം ചാടാൻ അതേപോലെ നല്ല പൊങ്ങട്ടെ. എന്തോ നിനക്ക് മോനെ മാത്രം അനങ്ങിയാ മതിയോ? മോനെ ഒന്നും അനങ്ങിക്കോ? താടി ഉണ്ടാകണ്ടോ? പക്ഷെ മോലെ അനങ്ങുന്നുള്ളൂ. നീ ഒരു ചാടം കൊണ്ട് മര്യാദ നീക്കൊക്കെ മേടിക്കും കേട്ടോ. ചാട് മര്യാദ ചാടി. അല്ലെങ്കിൽ 16 ഞാൻ ചാടി. നീ ഇതേ ഒരു 5 എണ്ണം ചാടി. ഇതേ 5 എണ്ണം ചാടി. ഞാൻ 16 ചാടി. എനിക്കറിയാം എങ്ങനെ ചാടിക്കണ്ടേ. നിന്നോട് എനിക്കൊരു ദേഷ്യമില്ല. പക്ഷെ നീ അവനോട് കാണിച്ചേനി. അവൻ നിന്റെ കാര്യം റൂമിൽ വന്നവനാണ്. നീ സംസാരിക്കണ്ട. ഞാൻ കേട്ടോ. ആക്കള ഫസ്റ്റ് സല്യൂട്ട് പട്ടോളി കൊടുക്കും. ദീപു കീ സല്യൂട്ട്. ചാവണം പൊങ്ങട്ട്. കാലിന് പൊങ്ങി. ഇവൻ 16 അടിപ്പിക്കും എന്നെ കൊണ്ട്. ലാസ്റ്റ് ചാൻസ് ആണ്. ഉറക്കെ വിളിച്ചു പോയില്ലെങ്കിൽ ദീപു കീ സല്യൂട്ട്. എന്റെ തോന്നുന്നു എല്ലാവരും കേൾക്കാം. ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുന്നില്ല പറഞ്ഞോളെ. അങ്ങനെയല്ല. ഇങ്ങനെ ചാടി അടിക്കുമ്പോ കൈ ഇവിടെ എത്തുമ്പോ ദീപു കീ സല്യൂട്ട് എന്ന് പറഞ്ഞ് തീർക്കണം. ഇത് അടിച്ചു കഴിഞ്ഞിട്ടാണോ പറയുന്നത്? ഞാൻ നിനക്ക് കാണിച്ചു തന്നു. ഇവിടെ എത്തുമ്പോ ദീപു കീ സല്യൂട്ട് പറഞ്ഞിട്ട് കൈ തിരിച്ചെത്തണം. എങ്ങനെയാണോ? ചാട്. നല്ലോണം പിടിച്ചോണ്ട് ചാടണം. ഇല്ലെങ്കിൽ അവൻ അതിന് ഞാൻ ചാടിക്കും. പട്ടി നിന്റെ എന്തോ പറഞ്ഞത്. ദീപു കീ സല്യൂട്ട് പറഞ്ഞു ചേർന്നിട്ടല്ലേ കളിക്കേണ്ടത്. ഇവനത് പറഞ്ഞു ചേർക്കാൻ പറയാം. ഇല്ലെങ്കിൽ മിക്കവാറും എനിക്ക് പോകാൻ പറ്റില്ല. അടുത്ത ആളെ പറയാം. ബിനുവിന് എങ്ങനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെ ആരും പറയണ്ട. അവൻ പറഞ്ഞ് കണ്ടുപിടിച്ച് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇപ്പം എന്തോ കൊല്ലോ എങ്ങനെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയിപ്പിക്കാം. ഞാൻ നിങ്ങളുടെ പറഞ്ഞ ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞു. എനിക്കെന്തോടാ വട്ടം. അങ്ങനെ അവനെ കൂടുതലാക്കി പറയും. എന്തുവാ
പറഞ്ഞാലും വേദനിക്കും. ചാർന്നൗട്ട് പിടിക്കണം നേരെ ഇങ്ങനെ പിടിക്കണം. അവൻ കാണിച്ചെന്ന് പിടിക്കണം. നിനക്ക് ആ കൂട്ടറിയില്ല, അത് ഇങ്ങനെയൊക്കെ പിടിക്കണം. ഡബിൾ വിഷ്ണു ഒറ്റ അടിയാണ്. അത് തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ എന്റെ അവന്മാർക്ക് രണ്ടുപേർ കൂടെ ചേർത്ത് ഒന്നാണ് നന്നായിരിക്കുന്നത്. എന്ത് വിഷ്ണു നീ പറഞ്ഞ നിങ്ങളുടെ ഞാൻ പറഞ്ഞു ഇത് തെറ്റിച്ചാൽ ഞാൻ അയക്കുന്നു പറഞ്ഞു. എത്ര ചാൻസ് അതൊന്ന് കണക്കെടുക്കണം, അത് കേൾക്കണം. അല്ല നീ ഒരുമാതിരി ചെവി പറഞ്ഞു പറയുന്നത് എല്ലാവരും കേൾക്കണം. കണക്കെടുക്കണം, കേൾക്കാൻ പോകണം. അത് കഴിഞ്ഞ കഴിഞ്ഞാൽ നിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് മൈന വന്നേ രണ്ട് തവണ ചേർത്തടിക്കും. നിന്റെ കോളേജ് എന്തോ Regional Institute of Aviation. അങ്ങനെ കേൾക്കാൻ Regional Institute of Aviation की सैल्यूट. വീണില്ല, ചാടിയില്ല, ഒന്നുകൂടെ ചാടുക. Regional Institute of Aviation की सैल्यूट. ഒന്നുകൂടെ. Regional Institute of Aviation की सैल्यूट. ഇനി അവന്മാർക്ക് എല്ലാവർക്കും സോറി സാറെന്ന് പറഞ്ഞിട്ട് ഇതോ ലവനെ പോയി ഒരു നല്ലൊരു സോറി പറഞ്ഞു. അവനാണ് ചീത്തോട് കേട്ട് അവനെ ജീവി നിന്റെ തല ഇരിക്കാൻ നീ അതിന്റെ കീഴിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു. നീ ഒന്നും പറയണ്ട, പറയുന്ന നമ്മൾ കേട്ടോ. അവനിപ്പോ കംപ്ലൈന്റ് കംപ്ലൈന്റ് ചെയ്യണോ തോന്നുന്നത്? എനിക്കറിയാം കംപ്ലൈന്റ് ചെയ്യണോ തോന്നുന്നതോ? തോന്നണേ എനിക്കൊരു മൈലുമില്ല. നീ ഇപ്പൊ നീ പറഞ്ഞ സ്ഥിതിക്ക് അവന്റെ അടുത്ത് പോയി അവന്റെ അടുത്ത് മാത്രം നീ മാപ്പ് പറഞ്ഞിട്ട് കയറി. നിനക്ക് അക്സെപ്റ്റബിൾ ആണോ? നീ ന്യായങ്ങൾ പറയണ്ട. നിനക്ക് നിന്റെ സീനിയറിനെ പുല്ലുവല്ലോ. അല്ല ആണോ അല്ലയോ? എനിക്ക് നിന്റെ അഭിപ്രായം അവന്റെ അഭിപ്രായം പിന്നെ ഞാൻ ചോദിക്കുന്നുള്ളൂ. ആണോ അല്ല? നാളെ ഞാൻ അവന്റെ അടുത്ത് എന്തോ പറഞ്ഞേക്കുന്നത്? ഞാൻ മിക്കവാറും ചിലപ്പോൾ 2 ആഴ്ചത്തേക്ക് കൂടെ കാണുന്നുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് അറിയേണ്ട കാര്യമില്ല. എനിക്ക് 2 ആഴ്ചത്തെ കേസ് മാത്രം പറഞ്ഞു. എന്ത് പറയണമെന്ന് തോന്നിയെങ്കിൽ കോട്ടനോ എന്തോ പറഞ്ഞേ? അവൻ എന്തോ ആവശ്യപൂർവ്വം കേൾക്കണമെന്ന് പറഞ്ഞെന്തോ? അവനൊരു കാര്യം കൂടെ ആവശ്യപ്പെട്ടായിരുന്നു. കോട്ട ചേട്ടാ നീ ഞാൻ അവനൊന്നും ചെയ്യത്തില്ല. മാറി അതൊക്കെ ഓർമ്മ രാവിലെ ഓർമ്മ. ഞാൻ ഫിറ്റാണ്, പക്ഷെ നീ ഫിറ്റല്ലേ ഇവന് ഫിറ്റല്ല. അല്ലെങ്കിൽ നീ എന്നെ കണ്ടാൽ ഞാൻ വൈകിട്ട് വീണ്ടും ഫിറ്റാവുന്നു. കൊടുക്കൂ. എന്ത് പറഞ്ഞാലും അവനോട് നീ യാത്ര ചോദിച്ചിട്ട് സീനിയേഴ്സ് മുന്നേ പോകുന്നതിന് മുമ്പേ അങ്ങ് ഉമ്മണ്ട. ഓക്കെ അവന് നീ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാ പഠിക്കുന്നെങ്കിൽ നീ അങ്ങോട്ടോ അങ്ങോ ഉമ്മണ്ടാന്ന്. എങ്ങനെയാണെങ്കിലും ചോദിച്ചാ പെർമിഷൻ അവൻ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രം നീ പോയാൽ മതി. അവൻ ഓക്കെ ആണെന്ന് പറയത്തില്ല. അവൻ ഓക്കെ ആണെന്ന് ഒരിക്കലും പറയത്തില്ല. നിന്റെ പഠിത്തത്തെ കാര്യത്തൊന്നും ഇടവത്തില്ല. പക്ഷെ അവന്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് പോയാൽ എങ്ങനെയാ ചോദിക്കണ്ടേ? സാർ ഞാൻ പൊക്കോട്ടെ. സീനിയേഴ്സിനെ എങ്ങനെയാ വിളിക്കണ്ടെന്ന് അറിയാമോ? ജൂനിയേഴ്സ് സാർ എങ്ങനെയാണ് സാർ? നിന്റെ കോളേജിലൊക്കെ ഉള്ളവന്മാർക്കുള്ള കഴി എന്തോന്ന് അറിയാമോ? സീനിയേഴ്സിനെ എങ്ങനെ ബഹുമാനിക്കേണ്ടതെന്ന് പറഞ്ഞൂടാ. എന്റെ കോളേജ് ഒന്ന് വെച്ചാൽ മതി. ഉമ്മാര് ഫസ്റ്റ് ഇയർ സാറിനെ വിളിക്കും, സെക്കൻഡ് ഇയർ തൊട്ടേ ചേട്ടാന്ന് പോലും വിളിച്ചു കൊടുക്കത്തുള്ളൂ. അറിയോ? അതൊക്കെ കൊടുക്കാം. അടുത്ത ഇനി നിന്റെ കൂടെ കിടന്നവനെ ഊമ്പി ചെയ്ത് ഡാൻസ് കളി.